നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു നേന്ത്രപ്പഴം കട്ട്ലേറ്റിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പുഴുങ്ങിയെടുത്ത പഴം തൊലിക്ക് കളഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത പഴം, 2 പിടി നാളികേരം, ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത പഴത്തിന്റെ കൂട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് അതിലേക്ക് 1 സ്പൂൺ നിറച്ച് ബ്രെഡ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇതുപോലെ കട്ട്ലേറ്റിന്റെ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഒഴിച്ച് അതൊന്ന് അടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുത്ത മുട്ടയിൽ ആദ്യം ഒന്ന് മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയുള്ള പഴം കട്ട്ലേറ്റ് റെഡിയായി.